ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റുള്ളവരോട് നമുക്ക് നമ്മുടെ സ്നേഹം എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ചില പ്രധാനപ്പെട്ട ടിപ്സാണ്. എല്ലാ ടിപ്സുകളും കണ്ടുകൊണ്ട് ഇതൊന്ന് ജീവിതത്തിൽ കൊണ്ടുവന്ന് നോക്കുക. തീർച്ചയായിട്ടും വളരെ അധികം നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തേത് പുട്ട് ഡൗൺ യുവർ ഡിവൈസസ് എന്നുള്ളതാണ്. അഥവാ നമ്മളിപ്പോൾ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണല്ലേ. പരസ്പരം രണ്ടുപേര് ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്തും രണ്ടുപേരും മൊബൈൽ ഫോണിൽ തന്നെ നോക്കിയിരിക്കുന്ന ഒരു പതിവ് ഇപ്പോൾ സർവ്വസാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നല്ല രീതിയിൽ നടക്കത്തില്ല അല്ലേ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ട് എന്നുള്ള ആ ഒരു ഫീലും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മൊബൈൽ ഫോൺ അങ്ങനെയുള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇങ്ങനെയുള്ള ഡിവൈസസുകളൊക്കെ ഒഴിവാക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പണായിട്ട് സംസാരിക്കുക, അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എസ്പെഷ്യലി ഇത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലൊക്കെ രാത്രിയിലൊക്കെ ഈ രണ്ടുപേരും ബെഡിൽ കിടന്നുകൊണ്ട് മൊബൈൽ ഫോൺ നോക്കിയിരിക്കുന്ന ഒരു പ്രവണതയുണ്ടെങ്കിൽ അതൊക്കെ അവസാനിപ്പിക്കുക. അതുവരെ നോക്കിയാൽ മതി. അതിനുശേഷം ബെഡിലോട്ട് വന്നതിന് ശേഷം മൊബൈലിൽ ഇങ്ങനെ നോക്കി കിടക്കുന്ന ആ ഒരു പ്രവണത അവസാനിപ്പിക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ട് എന്നുള്ള ആ ഒരു തോന്നൽ വരണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലുള്ള അറ്റൻഷൻ കൊടുക്കണം അല്ലേ. ഇത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ മാത്രമല്ല, സുഹൃത്തുക്കൾ തമ്മിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും പരസ്പരം മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആ ഒരു കറക്റ്റ് അറ്റൻഷൻ കിട്ടാത്തപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു വിഷമമുണ്ടാവും. അപ്പോൾ സ്നേഹം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ഡിവൈസസുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഓപ്പണായിട്ട് സംസാരിക്കുക, അറ്റൻഷൻ കൊടുക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു മാർഗം എന്ന് പറയുന്നത് നന്നായിട്ട് കേൾക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു വ്യക്തിയെ കേൾക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അതിനർത്ഥം ആ വ്യക്തിയെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് അല്ലേ. ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സമയം മാറ്റിവെക്കുന്നു. അപ്പം നല്ലൊരു കേൾവിക്കാരൻ എങ്ങനെയാണ് ആവുക? അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും അതിന് മറുപടി നൽകുകയും ചെയ്യുക, തലയാട്ടുക, അതുപോലെ തന്നെ ആഹാ, ഓഹോ, അയ്യോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സന്ദർഭത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കുക. പറയുന്ന കാര്യത്തിൽ നമുക്ക് ക്ലിയർ ആവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീണ്ടും ചോദിക്കുക. അപ്പോൾ അങ്ങനെ നല്ല ഒരു കേൾവിക്കാരനാകുന്നതിലൂടെ നമുക്ക് നമ്മുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അത് സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണെങ്കിലും ഇത് ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇനി മൂന്നാമതായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അതിന് നന്ദി പറയുക എന്നുള്ളതാണ് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മറ്റൊരു മാർഗം. ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ വരുന്ന സമയത്ത് ടാബ്ലറ്റ് എടുത്ത് തരുന്നതാവാം, അല്ലെങ്കിൽ ഒരു ചായ ഇട്ട് തരുന്നതാവാം. അപ്പോൾ അതൊക്കെ ഓർത്തുകൊണ്ട് അതിന് അടുത്ത ദിവസം നന്ദി പറയുക. അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിൽ ഇപ്പോൾ നിങ്ങളെ ഒന്ന് ഡ്രോപ്പ് ചെയ്തു വാഹനത്തിൽ, അപ്പോൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തൊന്ന് നന്ദി പറയുക. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നോട്ടീസ് ചെയ്തുകൊണ്ട് അതിന് നന്ദി പ്രകടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സ്നേഹം ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു സഹായിച്ചതിനുള്ള ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ഇനി നാലാമതായിട്ട് സ്നേഹം എക്സ്പ്രസ് ചെയ്യാനുള്ള മറ്റൊരു മാർഗമാണ് പരസ്പരം ഗിഫ്റ്റുകൾ കൈമാറുക എന്ന് പറയുന്നത്. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാം. ആ ഒരു ഡേറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാം. അതുപോലെ രണ്ടുപേരുടെയും ബർത്ത്ഡേക്ക് വരുന്ന സമയത്ത് അത് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം, ഗിഫ്റ്റുകൾ കൈമാറാം. ഇനി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡേ മാത്രമല്ല, അല്ലാത്ത ദിവസങ്ങളിലും ഒക്കെ നമുക്ക് സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ നൽകുന്നത് അവർക്ക് വളരെയധികം ഇഷ്ടമാണ്. അത് നമ്മുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ് എന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിലും പരസ്പരം എന്തെങ്കിലുമൊക്കെ ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റൊക്കെ നൽകിക്കൊണ്ട് നമുക്ക് അത് നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാം. ആ ഗിഫ്റ്റ് നൽകുന്നത് പലപ്പോഴും
അത് ആവശ്യമുള്ള സമയത്തും ആവശ്യമില്ലാത്ത സമയത്ത് സർപ്രൈസായിട്ട് നൽകുന്നതും ഒക്കെ ഒരു സ്നേഹപ്രകടനമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഗിഫ്റ്റുകൾ പരസ്പരം കൈമാറുന്നതിലൂടെ തീർച്ചയായിട്ടും നമുക്ക് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും എന്നതാണ്. ഇനി അതുപോലെ തന്നെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാനുള്ള മറ്റൊരു മാർഗമാണ് നിങ്ങൾ അവരെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അവരെ അറിയിക്കുക. അത് നിങ്ങളുടെ വാക്കുകളിലൂടെ മാത്രമല്ല, നിങ്ങളുടെ പ്രവൃത്തികളിൽ കൂടി അറിയിക്കുക എന്നുള്ളതാണ്. ഒരു സുഹൃത്താണെങ്കിൽ ആ സുഹൃത്തിന് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അത് ഫിസിക്കലി ആവാം, മെൻ്റലി ആവാം, ഫിനാൻഷ്യലി ആവാം, ആ ഹെൽപ്പ് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണെങ്കിൽ ഒരു ദിവസം കുറച്ച് റിലേറ്റീവ്സൊക്കെ വീട്ടിലോട്ട് വരുന്നുണ്ട്, അന്ന് കൂടുതൽ വർക്കൊക്കെ കിച്ചണിലുണ്ടെങ്കിൽ ഭാര്യയെ ഒന്ന് പോയി സപ്പോർട്ട് ചെയ്യുക. ഇനി അല്ലാത്ത സന്ദർഭത്തിലും എന്തെങ്കിലുമൊക്കെ ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഭർത്താവ് ചെന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. അവരെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു തോന്നൽ ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രവർത്തികൾ വളരെയധികം സഹായിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇനി ഭർത്താവിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഭർത്താവിന് ജോലിയിൽ എന്തെങ്കിലുമൊക്കെ ടാർഗറ്റ് ഉണ്ട്, വളരെ സ്ട്രെയിൻ എടുത്തുകൊണ്ട് രാത്രിയൊക്കെ ഒരുപാട് ഡിലേ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് കൂട്ടിനിരുന്ന് കൊടുക്കുക. പറ്റാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ഈ 5 രീതിയിൽ സ്നേഹം എക്സ്പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. തീർച്ചയായിട്ടും ആ ഒരു ജീവിതം വളരെയധികം മനോഹരമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹം നൽകാനും അതുപോലെ തന്നെ സ്നേഹം തിരിച്ചു ലഭിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിവേ, ഓൾ ദ ബെസ്റ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുമെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എനിവേ, വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. നമസ്തേ.